ഗ്രീൻ റിൻസാനിയാണ് നമ്മൾ എടുത്തേക്കുന്ന ട്രക്കിംഗ് കമ്പനി. അവരുടെ ഗസ്റ്റ് ഹൗസിലെത്തിയപ്പോൾ കാണുന്ന വ്യൂ റിൻസാനി, ആ സാധനം ഇത് എൻ്റെ മേളിലാണ് കയറുന്നത്. സൺറൈസ് വ്യൂ ഫ്രം വെ വി സ്റ്റേ. നാളെ രാവിലെ ഞങ്ങൾ ആ മലയുടെ മേളിലെത്തേണ്ടതാണ്. സി ഹൗ. ഞങ്ങൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഗൈഡിനെ അവിടെ വെച്ച് വെയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ നമുക്ക് വണ്ടിയുണ്ട്. വി ആർ വെയിറ്റിംഗ്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ കാണുന്നതാണ് റിൻസാനി. മെറ്റ് വിത്ത് അവർ ഗൈഡ് ഫാമി. സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഇവിടുന്ന് തുടങ്ങും. നല്ല ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മുമ്പിൽ പോകുന്നതാണ് ഗൈഡ് കിരൺ ചേട്ടൻ, ആൽബർട്ട്, അനൂപ് ഷെർപ്പ. ഇങ്ങനെയുള്ള പോർട്ടേഴ്സ് നമുക്ക് വേണ്ട ടെൻറ്റും ഫുഡൊക്കെ ആയിട്ട് വരും. ഇത് നമ്മുടെ അല്ല, അവർ ഓൾറെഡി മുന്നിലെത്തി. ഇവിടുന്ന് നടന്ന് ആ കാണുന്ന മലയുടെ മേളിൽ നാളെ രാവിലേക്കുള്ളിലെത്തണം. ഒരു ദിവസം കൊണ്ട് ഏകദേശം 2700 മീറ്റർ അസെൻഡിങ്. ജംഗിൾ ട്രീ ലൈനൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നല്ല വെയിലാണ്. ഇനി ഇതിലൂടെ ഓൾ ദ വേ മേളിലേക്ക് പോകണം. ഇതുവരെയും പൊസിഷൻ 1 എത്തിയിട്ടില്ല. പൊസിഷൻ 1, 2, 3, 4 എത്തുമ്പോഴാണ് നമ്മൾ ബേസ് ക്യാമ്പ് എത്തുന്നത്. ആദ്യത്തെ റെസ്റ്റിംഗ് പോയിൻ്റായ പൊസിഷൻ 1 പോസ് 1-ലെത്തിയിരിക്കുകയാണ്. ടുക്കസ് അറൗണ്ട് 70 minutes, 1 hour 10 minutes. ഡിസ്റ്റൻസ് അറൗണ്ട് 3.5 kilometers. ചേട്ടൻ ഗോപ്രോ സെറ്റ് ചെയ്യാണ്. എന്നെ ചോക്ലേറ്റ് ഇടല്ലേ? ഡയറി മിൽക്കാ? നമ്മുടെ പേഴ്സണൽ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ നമുക്കുള്ള ടെൻറ്റും ഫുഡൊക്കെ കൊണ്ടുവന്ന പോർട്ടേഴ്സാണ് ഇവർ. ഒരു വള്ളിച്ചെരുപ്പ് മാത്രം ഇട്ടുകൊണ്ട് പോകുന്നു. ചിലർക്ക് ചെരുപ്പ് പോലില്ല. അനിയുടെ പരപ്പിൽ കിരൺ ചേട്ടൻ ഒറ്റയ്ക്ക് നീങ്ങണം. വേറെ കുറച്ച് ടീമുകളെ കണ്ടെത്തിയിരിക്കുകയാണ്. ആക്ച്വലി അങ്ങ് അകലെ പോസ്റ്റ് കാണാം. അവിടെ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന് ലഞ്ച്. ഓൾ ട്രെക്കിംഗ് ആം സ്ലോലി. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ബൈക്ക് എടുക്കാം പോസ്റ്റ് വരെ. യു വാണ്ട് ടു സ്കിപ്പ് സം ഡിസ്റ്റൻസ് ഓക്കെ. അങ്ങനെ പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ദെയർ. ഇതാണ് ലഞ്ച് സ്റ്റോപ്പ് എല്ലാവരുടെയും. 1.5 kilometer പൊസിഷൻ 1. കുറച്ച് പെട്ടെന്ന് എത്തി. നോട്ട് സോ സ്റ്റീപ്പ്. ലഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു കൂടാരം കിട്ടി. നമ്മുടെ ഐസ് വെള്ളം വരുന്നുണ്ട്. മറ്റേ വെള്ളമല്ലേ? പൊക്കാരിയ. ഗുഡ്.
ഞങ്ങൾ ഈ ഫുഡ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇവരിവിടെ വന്ന് കുക്ക് ചെയ്ത് ബീഫ്, മുട്ട പൊരിച്ചത്, ചോറ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അടിപൊളി. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും. Guys, enjoy your lunch. This is our lunch at the position 2, yeah? The menu for that lunch was fried make rice. Enjoy, Albert. Yep, very nice. And Albin. Thank you. And Kirun. And Anu. Oh, okay. ലഞ്ചിന് ശേഷം ഞങ്ങൾ പോസ്റ്റ് 2 നിന്ന് പോസ്റ്റ് 3ലേക്ക് പുറപ്പെടുകയാണ്. അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ഈസ് 1.5 കിലോമീറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര നല്ല വ്യൂ ആണ് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി അങ്ങ് അകലെ കടലാണ്. ദിസ് ഈസ് ദ ഹോൾ ലോംബോക് ഐലൻഡ്. വാവ്, വാട്ട് എ വ്യൂ. हेलो नहीं ബ്യൂട്ടിഫുൾ ടെറൈൻ. അങ്ങ് ദൂരെ കാണുന്നത് കടലും മലയും ചേർന്ന ഒരു അത്ഭുത പ്രതിഭാസം എന്ന് പറയട്ടെ. വാവ്, വാട്ട് എ ബ്യൂട്ടി. ഓസം പ്ലേസ്. വാവ്. പോട്ടർ ഇവിടെ 2018 എർത്ത് ക്വേക്കിനെ പറ്റി പറയണം. അതിനുശേഷം ഫോം ചെയ്തൊരു സംഭവം പോലും ഇത്. വാവ്. ഇതൊരു ടഫായിട്ടുള്ള ഏരിയ തിരികണം. പാറയിൽ കൂടി വലിഞ്ഞു കയറിയണം. ഇരഞ്ചട്ടം കയറുന്നുണ്ട്. കുറേ എല്ലാവരും ക്യൂ അടിച്ച് കയറി. ടെറൈൻ ശരിക്കും ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് സ്റ്റീപ്പർ. ഡീപ്പ് റോക്സ് ആയിരിക്കുകയാണ്. എണ്ണാൻ ചാൻസ് ഉണ്ട്. ഓപ്പാക്കട്ടെ. പോസ്റ്റ് 3 തിരികെയാണ്. പോസ്റ്റ് 3 ഒരു ചെറിയ റെസ്റ്റിംഗ് ഏരിയ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ക്രേറ്റർ റിമാണ്. 2.2 കിലോമീറ്റേഴ്സ് മോർ ടു ഗോ ആണ് ഇവിടെ ക്യാമ്പിംഗ് സൈറ്റ്. പോസ്റ്റ് 3 വാട്ടർ ബ്രേക്ക്. വാട്ടർ ഫില്ല് ചെയ്യുകയാണ്. ദിസ് ഈസ് അവർ ഗൈഡ് ഫാമിംഗ്. ഞങ്ങൾ വി ആർ അപ്രോച്ചിങ് ക്ലൗഡ്. സ്റ്റീപ്പ് ക്ലൈംബ്. പാറകൾക്കുള്ള ഇസ് കണ്ടിന്യൂസ്ലി വെരി സ്റ്റീപ്പ്. രക്ഷയില്ല. അങ്ങനെ ഓൾ ദ വേ ഗോയിങ് അപ്പ് ടു പോസ്റ്റ് 4 ഭയങ്കര സ്റ്റീപ്പായി തുടങ്ങി. ഇനി സ്ലോലി ആയിരിക്കും മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ സ്ലോപ്പാന്ന് നോക്കി ഭയങ്കര പാട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 60 ഡിഗ്രീസ്. വീഡിയോയിൽ മനസ്സിലാവും. പക്ഷേ ഇറ്റ്സ് 60 ഡിഗ്രീസ്. അങ്ങനെ പോസ്റ്റ് 4 എത്തിയിരിക്കുകയാണ് ഗൈസ്. അടുത്തത് ക്രേറ്റർ റിമാണ് ഞങ്ങളുടെ ബേസ് ക്യാമ്പ്. അതിനി ഇവിടുന്ന് 2 മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുപോലെ നീ മല വഴി കയറി അതിൻ്റെ മേളിൽ എവിടെയോ പോയി ആ മേഘത്തിനകത്തൊക്കെ ചെന്ന് അവിടെ എവിടെയോ ആണ് ബേസ് ക്യാമ്പ്. റിഞ്ചാനി ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ക്ലൗഡി. 4ൽ നിന്ന് പുറപ്പെടുന്നു ക്യാമ്പ് സൈറ്റിലേക്ക്. 2 hours എക്സ്ട്രാ സ്റ്റീപ്പ്. ലെറ്റ്സ് ഗോ. Extra steep climb from post 4 to camping area for tonight. അങ്ങ് താഴെ വരെ കാണാം. ഞങ്ങൾ അകലേന്ന് വന്നതാണ്. അവിടെയുള്ള ഞങ്ങളെ പോസ്റ്റ് 2 ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓൾ ദ വേറ്റിലേക്ക് കയറി ഇവിടം വരെ എത്തി. ഏകദേശം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 മണിയായി. 5 മണിക്കൂറോളമായി നടക്കുന്നു. പിന്നെ ഏകദേശം 9 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ഇനിയുണ്ടൊരു 2 hours കൂടെ. Officially in the clouds. Clouds are moving on the same level with us. Last push to the summit base camp. നമ്മില്ലാത്ത പോലെ സ്റ്റീപ്പ് ഇങ്ങനെ കടക്കുകയാണ്. എവിടെയാണോ അതിൻ്റെ അവസാനം? ക്ലൗഡ്സ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടോ? ആ മേളിലാന്ന് തോന്നുന്നു കേട്ടോ ബേസ് ക്യാമ്പ്. ഇടം വരെ എത്തണം. ഇനി സ്റ്റീപ്പ് ക്ലൈംബാ.
അപ്പു വരുന്നതാണ് കയറി. ഇനിയൊരു 30 മിനിറ്റ് കൂടെ ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഞങ്ങളൊരു ടേക്കിംഗ് എ ഷോർട്ട് ബ്രേക്ക്. ഇനിയൊരു ഏണി കയറാനുണ്ട്. ഓ മൈ ഗോഡ്. ക്യാമ്പ് സൈറ്റ് എത്താനായെന്നാണ് ഗൈഡ് പറഞ്ഞത്. പക്ഷേ ഇത് ഭയങ്കര സ്ലോപ്പ്, രക്ഷയില്ല. ക്യാമ്പിംഗ് സൈറ്റിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് ഡൺ ഫോർ ദ ഡേ. ഇത് ക്യാമ്പ് സൈറ്റ് നമ്പർ 1 ആണ്. ഓൾറെഡി കുറേ പേര് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടേത് കുറച്ചുകൂടെ പോയിട്ട് നാളെ പോകേണ്ട വഴിയിലേക്ക് കുറച്ചുകൂടെ കയറിയിട്ടാണെന്നാണ് പറഞ്ഞത്. സോ we need to go another 20 minutes more to our campsite number 4. This is campsite 2. നമ്മളിവിടെ അല്ല. ഗൈഡ് പറഞ്ഞത് campsite 4 ആകുമ്പം കുറച്ചുകൂടെ ക്രൗഡ് കുറവായിരിക്കും, കുറച്ചുകൂടെ നല്ല സ്ഥലമെന്നാണ്. അതുകൊണ്ട് ഇനിയും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തും പുറകിലായിരിക്കും. 3 കഴിഞ്ഞ് 4 ഒരു ഗുണം എന്ന് വെച്ചാൽ നാളെ അത്രയും കുറച്ച് നടന്നാൽ മതി. ഈ ഒരു വഴി തന്നെ സമ്മിറ്റ് പോണേ. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ് എത്തിയിരിക്കുന്നു. ഗ്രീൻ റിഞ്ചാനി. ഫൈനലി നോ അതർ പീപ്പിൾ, വെരി സെക്ലൂഡഡ്. ബേസ് ക്യാമ്പിൽ വന്നതിന് ശേഷം നല്ലൊരു വിസിബിലിറ്റി കിട്ടിയിരിക്കുകയാണ്. നമ്മളിപ്പോഴുള്ള ബേസിൽ നിന്ന് നാളെ അതിലേ നടന്ന് ആ അറ്റത്ത് കയറി അതിൻ്റെ മേളിൽ കൂടെ ഫുള്ള് നടന്ന് കയറി അതിൻ്റെ ലാസ്റ്റ് പീക്കിൻ്റെ അവിടെ ഒരു നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു ക്ലൈമ്പുണ്ട്. അത് കയറാൻ മാത്രം 2 മണിക്കൂർ എടുക്കുമെന്നാണ് ഗൈഡ് പറയുന്നത്. അതിൻ്റെ മേളിലെത്തണം. ദിസ് ഈസ് മൗണ്ട് റിഞ്ചാനി. ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ടൈപ്പ് ഒരു ബ്യൂട്ടിഫുൾ വ്യൂ. അവിടെ കടലാണ് അങ്ങ് അപ്പുറത്ത് കാണുന്നത്. ക്ലൗഡ്സ് മൂവിങ്, ലേക്ക്, മൂൺ ഈസ് ഹിയർ ആൻഡ് ദിസ് ഈസ് ഹൗ വി ഹാവ് ഡിന്നർ. ഞങ്ങളുടെ ടെൻറ്റുകൾ, പ്ലേസ് ഫോർ us to sleep tonight and that summit for tomorrow. Amazing experience. Highly recommend this. 3, 4 ഒന്ന് ഭയങ്കര അലമ്പാട്ടോ. ഒന്ന് എന്നെ വൃത്തിയാടാ. ശരിയാ. അയ്യോ അവിടെ എന്നെ തിരക്കാ. അത് കൊള്ളത്തില്ല. പ്രൈവറ്റ് ക്യാമ്പ്. ഇത് കൊള്ളാം. സൺസെറ്റിന്റെ സമയത്ത് ഡിന്നറിന് വെയിറ്റ് ചെയ്യുമ്പോഴുള്ള വൈബ്സ്, ചിൽസ്. ഡിന്നർ ഇട്ടിരിക്കുകയാണ്. ചിക്കൻ കറി വിത്ത് റൈസ്, ചില്ലി. ഇറ്റ്സ് വെരി യമ്മി. ഈ തണുത്ത ക്ലൈമറ്റിൽ ആവി പാറുന്ന ചൂട് ഫുഡ്. അപ്പൊ സൺസെറ്റായി വിത്ത് ഡിന്നർ. ചോറും ചിക്കൻ കറി. നോക്ക് ക്ലിയർ ആയി വരും താഴോട്ട്. വണ്ടർഫുൾ വ്യൂ. ഇതാണ് അവൻ പറഞ്ഞ സാധനം. മേഘം പുറകില് സൺ. ഇവിടെ ഇത്രയും ബെസ്റ്റ് ഒരു സൺസെറ്റ് ഡിന്നർ നമുക്ക് ലൈഫിൽ എങ്ങനെ കിട്ടാൻ ഇവിടെ വന്നാലേ പറ്റുള്ളൂ. മുകളിൽ മൂണൊക്കെ വിസിബിൾ ആയി തുടങ്ങി. ഈ ഗ്രീൻ റിഞ്ചാനിയുടെ ഈ സ്പോട്ട് വളരെ നല്ലതാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് ആയിട്ട്. താഴെ നിങ്ങൾക്ക് കാണാം കുറെ വേറെ ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ നല്ല ക്രൗഡഡ് ആണ്. ദിസ് പ്ലേസ് ക്യാമ്പ് 4, വി ആർ ദ ഓൺലി വൺ. Summary of day 1. Last part was very hard. First 5 kilometer ഒക്കെ ആയിരുന്നു. Last 5 kilometer very difficult. As you can see, we are above the clouds. ക്യാമ്പ് സൈറ്റിലാണ്. നാളെ രാത്രി ഒരു 1:30-2 മണിയാകുമ്പോൾ എണീറ്റിട്ട് ബാക്കി നടക്കണം സമ്മിറ്റിലേക്ക്. നൈറ്റ് വ്യൂ ഫ്രം ദ ക്യാമ്പ് സൈറ്റ്. ആ താഴെ കാണുന്നതൊക്കെ വേറെ ടെന്റ് അടിച്ച് കിടക്കുന്നവരാണ്. താഴെ ടൗൺ കാണാം, അപ്പുറത്ത് കടല്. ബ്യൂട്ടിഫുൾ. സമയം 2 മണി. ഞങ്ങൾ മെല്ലെ സമ്മിറ്റ് അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. Guys are geared up. See you later. സമ്മിറ്റിലേക്കുള്ള വഴിയിലാണ്. As you can see, കുറേ പേര് സമ്മിറ്റ് ട്രക്കിങ്ങിനായിട്ട് ലൈറ്റൊക്കെ കത്തിച്ച് പോകുന്നുണ്ട്.
കിരൺചേട്ടൻ ജസ്റ്റ് ഹെഡ് ലാമ്പ് മാറ്റുന്നു. സമ്മിറ്റിലേക്കുള്ള ഹൈക്കിന്റെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. വെരി ഡിഫിക്കൾട്ട്. മൊത്തം സാൻഡി ആയിട്ട് കാല് കുഴിഞ്ഞു പോയി കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു. വെരി ടഫ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ റിഞ്ചാനി സമ്മിറ്റിലെത്തി ഗൈസ്. അവിടെ നിന്നാണ് സൺറൈസ്. നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഞങ്ങൾ ആ താഴെ കാണുന്ന ടെന്റൊക്കെ കെട്ടി നടന്നു വന്ന് ഏകദേശം എത്ര മണിക്കൂർ എടുത്തടാ? 4 hours 2:15 തുടങ്ങി 6:15 6:30 ഒക്കെ ആയത്. ആ കാണുന്നതാണ് വോൾക്കാനോ നടക്കാതെ ലേക്ക്. ഹോസ് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. Congratulations guys, you make it to the top. Okay. Yeah, this is top Rinjani. I know we have said it. How was the climb? It was too tiring for the legs, but eventually we made it. ഇങ്ങനെയുള്ള സംരംഭത്തിൽ ആലോചിക്കത്തില്ലെന്ന് ഷുവർ. എന്റെ ലാസ്റ്റ് പോർഷൻ ഭയങ്കര ടഫായിരുന്നു. ചവിട്ടി കയറിയിട്ട് കറക്റ്റ്. ഞങ്ങള് രാത്രിയിലായിരുന്നു മോസ്റ്റ് ഓഫ് ഇറ്റ്. അതുകൊണ്ടൊന്നും കാണുന്നില്ല. ടോർച്ചിലായിട്ട് കാണുന്ന കഥയ്ക്ക് ഇത് തന്നെ പരിപാടി. പക്ഷെ ഒരു വൻ സ്ഥലം കേട്ടോ. വ്യൂ. ഞങ്ങൾ താഴോട്ടിറങ്ങിയാണ്. പക്ഷെ ഈ വഴിക്കാണ് രാത്രി കയറി വന്നത്. ഇവിടുന്ന് ആൾക്കാർ തെന്നി സ്ലൈഡ് ചെയ്തൊക്കെ ഉണ്ട്. പക്ഷെ കയറുന്നതിന് വരെ മരണമാണ്. റിയൽ ടഫ്. സോ സമ്മിറ്റിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ്. ദാറ്റ് വാസ് ദ സമ്മിറ്റ്. Came down all the way. The most difficult trek in my life, considering
the distance and altitude need to be covered in one single day. മൊത്തം ഫോഗി ആയിപ്പോയി.